ജനാസ ഇബ്റത്താണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ. മിണ്ടാതെ പോകൽ മാ കാന അലൈഹി സലഫു, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കവുമില്ല. ഇതാണ് ഏറ്റവും അഫ്ളലായ ശൈലി, ഇതാണ് ഏറ്റവും അഫ്ളൽ, ഇതാണ് ഏറ്റവും നല്ല വിധവും. പക്ഷേ ഗസാലി ഇമാം 1000 കൊല്ലം മുമ്പ് പറയുന്നുണ്ട്, ഇന്ന് ജനാസയിൽ സലഫ് സാലിഹീങ്ങൾ സഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത് എങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത് ഇന്ന് അധികരിച്ച ആളുകൾ പോണ് ചിരിച്ചിട്ടാണ് ഞാൻ കാണുന്നുണ്ട്. സ്വഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് ഗസാലി ഇമാം യഹ്യയിൽ എഴുതുന്നുണ്ട്, ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതായാണ് ഞാൻ കാണുന്നത്. സ്വഹാബികൾ ജനാസയിൽ പോയിരുന്നത് മിണ്ടാതെയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു. ഇന്ന് ജനങ്ങൾ പോകുന്ന ചിരിച്ചാണ്. ഇത് എഴുതി വെക്കുന്നത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഹിജ്റ 6-ാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഏകദേശം 8-9 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അന്ന് വരെ ആളുകൾ ചിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട. വളരെ ചിന്തിക്കണം. ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് മനുഷ്യൻ അങ്ങനത്തെ ഒരു ശൈലി ഇല്ല. അതിന് മനുഷ്യനോട് കഴിയൂല. സ്വന്തം വാപ്പ മറിച്ചാലും അവന് വർത്താനം പറയണം, അവന് തമാശ. അപ്പൊ സഹോദരങ്ങളെ, സ്വഹാബത്ത് പോയത് മിണ്ടാതെ കരഞ്ഞിട്ടാ പോയത്. ഈ മിണ്ടാതെ പോണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ സുന്നത്തവാദ് പുറത്ത്. ആ സ്വഹാബത്ത് ചെയ്തതിന് എതിരായി ദിക്റും ചൊല്ലി പോണ മുസ്ലിയാക്കന്മാർ സുന്നത്തവാദിന് അകത്ത്. ഇതെന്ത് സുന്നത്തമാത? സ്വഹാബത്ത് ഇല്ലാത്ത സുന്നത്തമാതോ? ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ സുന്നത്തമാത നിങ്ങൾക്ക് ബോധ്യമാണല്ലേ? പക്ഷെ മൂപ്പര് കാസിമി അപ്പുറത്താണല്ലോ, മൂപ്പര് പറയുന്നുണ്ട് അതിന്റെ അപ്പുറത്ത്. പക്ഷെ ഇന്ന് ആൾക്കാർ ചിരിച്ചും കളിച്ചൊക്കെ പോണത്. അതുകൊണ്ട് ഒരാളിങ്ങനെ വിളിച്ചു കൊടുത്താൽ കുഴപ്പമില്ല, ബാക്കിയുള്ളവർ ഏറ്റില്ല, കുഴപ്പമില്ല, അത് മൂപ്പര വകയാണ്. ഇരിക്കട്ടെ, ഞാൻ കിടക്കല്ല. ഇവിടെ സ്വഹാബത്തിന്റെ മാർഗം എന്ത്? അഫ്ദലായ മാർഗം അതാന്നല്ലേ മൂപ്പര് പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഈ കാഞ്ഞങ്ങാട്ട് ഈ ഭാഗത്ത് ആരൊരാൾ മരിച്ചാൽ സ്വഹാബത്തിന്റെ മാർഗം അനുസരിച്ച് ഇന്ന് മുജാഹിദിൽ കൊണ്ടുപോകണം, മിണ്ടാതെ കൊണ്ടുപോകുമോ? അതല്ലേ സുന്നത്തമാത്? ഞങ്ങൾ പറഞ്ഞത് വെറുതെ മാറുകയല്ല മനുഷ്യന്മാര്. ആൾക്കാരെ മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് വെറുതെ വരില്ല. നിങ്ങൾ മനസ്സിലാക്കി. ഈ നിലക്ക് ആദർശം സുന്നത്തമാത്തുള്ളത് ഇപ്പുറത്താണ് അവർക്ക് അറിഞ്ഞിട്ട് മാറണത്. നിങ്ങൾ ചിന്തിക്ക്.